വഴികാട്ടി അനുദിന ചിന്തയിലേക്ക്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഒരു കൊലപാതകത്തെക്കുറിച്ച് അല്ല, ഒരു രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി നിലനിന്നിരുന്ന അനുഗ്രഹീതനായ ഒരു ദൈവഭൃത്യൻ യാക്കോബ്. അന്ന് പാലസ്തീൻ ഭരിച്ചിരുന്നത് ഹെരോദാവായിരുന്നു. യഹൂദനാട് അദ്ദേഹം വാഴുമ്പോൾ അന്ന് യഹൂദനാട് വാണിരുന്നത് ഹെരോദ രാജാവായിരുന്നു. യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി യേശുവിന്റെ ശിഷ്യവൃന്ദങ്ങളിലെ ചിലരെ അയാൾ വേട്ടയാടുകയാണ്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അയാൾ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് തോന്നിയപ്പോൾ പത്രോസിനെയും പിടിച്ചുവെന്നാണ് 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡകൾ ചെറുതല്ല. യേശുവിന് വേണ്ടി ജീവൻ തന്നെ കൊടുക്കുവാൻ തയ്യാറായി വന്നിട്ടുള്ളവരാണ് യേശുവിൻ്റെ ശിഷ്യവൃന്ദങ്ങൾ എന്ന് പറയുന്നത്, അഥവാ വിശ്വാസ കൂട്ടം എന്ന് പറയുന്നത്. വരും കാലഘട്ടങ്ങളിൽ ലോകം നമുക്ക് സുതാര്യവും സുഗമവുമായ ഒരു നല്ല ആത്മീയ അനുഭവങ്ങളല്ല നൽകിത്തരുന്നത്. അനുകൂലമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നാളെയുടെ ദിവസങ്ങളിൽ പ്രതികൂലമായി തീരുന്ന അവസരങ്ങളിലേക്ക് വരികയാണ്. ഈ ഒരു സാഹചര്യങ്ങളിലും ശിഷ്യവൃന്ദങ്ങൾ വാളിനു മുൻപിലും വെല്ലുവിളികൾക്ക് മുമ്പിലും ഉറച്ചു നിന്നതുപോലെ വിശ്വാസത്തിനു വേണ്ടി ധൈര്യത്തോടെ നിലനിൽക്കുവാൻ, അരിമനാഥന് വേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറുള്ള ഒരു വിശ്വാസത്തിനുടമകളായി തീരുവാൻ നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അതിനെ നേരിടുവാനുള്ള ധൈര്യത്തിനായി ദൈവത്തോട് നമുക്ക് അടുത്തു ചെല്ലാം, അപേക്ഷിക്കാം. ആയതിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി ആഹ്വാനം ചെയ്തുകൊണ്ട് മറ്റൊരു മനോഹരമായിരിക്കുന്ന സുദിനവും ഹൃദയംഗമായി നേർന്ന് നിങ്ങളുടെ പ്രിയ സഹോദരൻ സജോ തോണിക്കുഴിയിൽ.